ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗുരുവായൂരേകാശിയാണല്ലോ. അപ്പോൾ അതിന് പുഴുക്കിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഇത് റെഡിയാക്കിയത്. ഇന്ന് പുഴുക്കും ഗോതമ്പ കഞ്ഞിയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി പുഴുക്കിന് വേണ്ടി ചെറുപയർ, കപ്പ, പിന്നെ ഇതിൽ കായ, ചേമ്പ്, കൂർക്കിൽ ഇതെല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഒരു എന്താ പറയുക, നമ്മുടെ ഏകാദശി കൊണ്ട് പുഴുക്കും കഞ്ഞിയാണ് കേട്ടോ അന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അപ്പം ഞാൻ കഴുകി വൃത്തിയാക്കിയ ചെറുപയർ ഒന്ന് കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിക്കട്ടെ കേട്ടോ. കപ്പയും വെള്ളം ഊറ്റാൻ വെക്കുന്നുണ്ട്. പിന്നെ ഇത് പിന്നെ ഇടാം, അങ്ങനെ എല്ലാം കൂടെ വെന്ത് കുഴഞ്ഞു പോകണ്ടല്ലോ. അപ്പം ഞാൻ ആദ്യം ചെറുപയർ അടുപ്പത്തേക്ക് ഇടാണ് കേട്ടോ. അപ്പോൾ ഒരടുപ്പത്ത് നിന്ന് കപ്പ തിളക്കുന്നുണ്ട്. ഇത് നമ്മുടെ കഞ്ഞിക്കുള്ള വെള്ളമാണ് കേട്ടോ. പിന്നെ ഇതിൽ ചെറുപയർ വേവുന്നുണ്ട്. ഈ ചെറുപയർ വെന്ത ശേഷം നമ്മൾ ഊറ്റി വെച്ച കപ്പയും ഈ പച്ചക്കറിയൊക്കെ കൂടെ ഈ കായയും ഒക്കെ കൂടെ അതിലിട്ടിട്ട് നമുക്ക് വേവിച്ച് തേങ്ങയും ചതച്ചിട്ട് ആ പുഴുക്ക് റെഡി ചെയ്യും. പിന്നെ ഇതെന്താ സംഗതി വെച്ചാൽ ഇതാട്ടോ ഗോതമ്പ് റവയാണ് കേട്ടോ, നുറുക്ക് ഗോതമ്പ് കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതും കഴുകി അടുപ്പത്തേക്ക് ഇട്ടാം. അപ്പം ചെറുപയർ ഏകദേശം വെന്തുണ്ട്. അതിലേക്ക് ഞാൻ തിളപ്പിച്ച് ഊറ്റി കളഞ്ഞ കപ്പ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഈ കഷ്ണങ്ങളും, എന്നിട്ട് ഇത് ഉപ്പും മഞ്ഞളും വേണമെങ്കിൽ അല്പം മുളക് പൊടിയും ഇട്ടിട്ട് പിന്നെ ഒന്നും കൂടെ ഒന്ന് വിസിൽ പോക്കിയിട്ട് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ പുഴുക്കൊക്കെ നല്ലോണം റെഡി ആയിട്ട് വന്നു കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ പച്ചമുളകും തേങ്ങയും കൂടെ ചേർത്തിട്ട് ചതച്ചെടുത്തത് ഇതിൽ ചേർക്കുക. അപ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ച തേങ്ങയും ഒക്കെ ചേർത്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്, പിന്നെ കുറച്ച് കറിവേപ്പില, നല്ല കറിവേപ്പില ഇതിലേക്ക് ഇടാണ് കേട്ടോ. അത് കഴിഞ്ഞ് വെളിച്ചെണ്ണയാക്കി കഴിഞ്ഞാൽ നമ്മുടെ പുഴുക്ക് റെഡിയായി കണ്ടോ. അപ്പം ഞാനിതെന്താണ് പിന്നെ ഇനി ചൂടാക്കുന്നില്ല കേട്ടോ, അടുപ്പ് കത്തിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഇതൊക്കെ റെഡിയായി. ഇനി കഞ്ഞീൻ്റെ പണിയും കൂടിയുള്ളൂ കേട്ടോ. അപ്പം കഞ്ഞിയിൽ ഇനി സ്വല്പം തേങ്ങാപ്പാൽ ചേർക്കുകയാണ് കേട്ടോ. കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ കഞ്ഞിയിലേക്ക്. അപ്പോൾ കഞ്ഞിയായി പുഴുക്കുമായി. ഇത് രണ്ടും ശരി റെഡിയായി കേട്ടോ. ഏകാദശി സ്പെഷ്യൽ പുഴുക്ക് കഞ്ഞി ഒക്കെ ശരിയായി കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്കും സബും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.